എന്തേലും ചെയ്യടാ. ഞാൻ പ്രാർത്ഥിക്കാളിയാ നിനക്ക് വേണ്ടി. ചേട്ടാ ഇതാ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ അപ്പൂപ്പ തന്ന പണിയാ. സോറി പറ. ചേട്ടാ സോറി പറയണ്ട. എന്റെ പോയി അപ്പൂപ്പ അറിയാണ്ട് പറ്റിപ്പോയതാ. എന്നൊന്നും ചെയ്യലേ മാപ്പ്. അയ്യോ ഇനി വീട്ടിൽ ഞാൻ ചേട്ടാ ഞാൻ പോവാ. ഞാനും നിനക്ക് മാത്രം എങ്ങനെയാളെ കാണാൻ പറഞ്ഞ അക്കളവനെ സോറി അപ്പൂപ്പനെ. ഇത് നിങ്ങൾ ഡമ്മിയായി അഭിനയിക്കണം അപ്പൂപ്പൻ. എടാ അത് ഒറിജിനൽ ആണ്ടാ. അത് ഇവര് ഇത്തിരി പറഞ്ഞു മനസ്സിലാക്ക ഇവനെ. ഒന്നുമില്ല നീ ടെൻഷൻ ആവണ്ടേ. നീ എന്നെ ടെൻഷൻ ആക്കരുത്. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഇപ്പം ഈ നിമിഷം നീ ആളെ എവിടെയെങ്കിലും കാണുന്നുണ്ടാവും നോക്കിയാണ്. വല്ല ശബ്ദമോ എന്തെങ്കിലും കേൾക്കാൻ പറ്റണം. കണ്ടാ പണിക്കുന്നവരല്ല. നീ ഒരു കാര്യം ചെയ്യണം. നീ ഇവിടെ മുഴുവൻ കറങ്ങി നടന്നിട്ട് കിളവനെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ നിമിഷം നീ എൻ്റെ അടുത്തൊന്ന് പറയണം. ചെയ്യോ? അത് മതി. എന്നിട്ടൊന്ന് എൻ്റെ അടുത്ത് പറ. അങ്ങനെ ചെയ്യാം. എപ്പടാ എടാ പോടാ ഇച്ച്. എനിക്കറിയാന്നറിയാ നിനക്ക് എന്നെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റൂലായിരുന്നു. അതാണ് അളിയാ സ്നേഹം. ജൂഡി മോളെ ഉറങ്ങാൻ പോണേയിരിക്കും. വൈ എന്റെ പൊന്നളിയെന്നല്ല രാത്രി മൊത്തം ഈ വണ്ടി കൊണ്ട് കറക്കുമായിരുന്നു. ഇതിൽ ചെന്നാലും ചുരുളി മാതിരി പണ്ടാരം പിടിച്ച് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണേ. ആ കിളവൻ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പോകുന്നു തോന്നുന്നു. വിളളിയാ ഇപ്പൊ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. നമുക്ക് ചൂടായിട്ട് ഒരു ബ്ലഡ് കോഫി കുടിച്ച് ഞങ്ങൾ തുടങ്ങാം. വാ. ഇന്നലെ എവിടെ കിട്ടില്ല. വാങ്ങിച്ച പൈസയും തിരിച്ചു കൊടുത്തിട്ട് മാപ്പും പറഞ്ഞങ്ങ് പോയല്ലോ. ചെയ്യാം. എന്തിനു പറയണം? അയാളെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടാ. അമ്മൂമ്മ ആ പറമ്പിൽ എന്തോ കാണിക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ഇതിപ്പോ എന്നെ കൂടി ആവശ്യമായി പോയില്ലേ? ചേട്ടാ എന്താ അപ്പൂപ്പൻ കാണോ? എനിക്ക് എന്റെ കണ്ണുകൊണ്ടാണ്. അതാ നോക്കൂ. അമ്മച്ചി മരത്തിൽ പാവ കെട്ടി കഴിഞ്ഞപ്പല്ലേ നീ അപ്പൂപ്പനെ കണ്ടേ? അതെ. അതിന് തൊട്ട് മുമ്പ് വരെ നീ അപ്പൂപ്പനെ കണ്ടില്ലല്ലോ. ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. ഗൈസ് എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടാ. അമ്മച്ചിയുടെ ഈ പാവകളെയും അപ്പൂപ്പന്റെ എൻട്രിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോ അപ്പൂപ്പൻ വേറെ എല്ലാ അമ്മമാരുടെ അടുത്തും പോയതാണെങ്കിലോ. അതെ വായി തോന്നി ഓരോന്ന് വിളിച്ച് പറയല്ലേ. കത്തിയും കൊണ്ട് ഇപ്പൊ ഇങ്ങി വരും. ഗൈസ് ഇന്ന് തന്നെ അമ്മച്ചിയുടെ മുറി സെർച്ച് ചെയ്തേ പറ്റൂ. എങ്ങനെ? പ്രണവ് എവിടെ? അതന്നെ പുള്ളിക്കാരന്റെ ഹോബി അല്ലേ. എടാ മോനെ നീ ഒരു സഹായം ചെയ്യണം. നമുക്ക് അമ്മൂമ്മയുടെ ആ മുറി ഒന്ന് സെർച്ച് ചെയ്യണം. അതെങ്ങനെ? അല്ല നീ അമ്മൂമ്മ കുറച്ചേരം എങ്ങോട്ടെങ്കിലും മാറ്റിയാ മതി. വലിയമ്മച്ചെ മാറ്റാന്നൊക്കെ വെച്ചാ പിന്നെ നീ വിചാരിച്ചാ നടക്കാത്ത കാര്യം. പ്രണവേ വാ. വെള്ളം പിടിക്കല്ലേ വാ. അതായത് നമുക്ക് അപ്പൂപ്പനെ കുപ്പിയിലാക്കണോ? ആക്കണം. പ്രയത്നം പിടിക്കണോ? അപ്പൊ എന്ത് ചെയ്യണം? അമ്മൂമ്മേനെ മുറിന്ന് മാറ്റാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിച്ചാ പറ്റൂ. ചെയ്യണം. വല്യമ്മച്ചി താഴ്ന്ന ജിജോ കൊച്ചപ്പൻ വിളിച്ചിട്ടുണ്ടായി. കൊച്ചിനെന്തോ വയ്യെന്ന്.
അതിന് വെല്ലുമിച്ചൊന്ന് അവിടെ വരെ പോയി നോക്ക്. കൊച്ചിന് വയ്യാത്തതിന് ഞാൻ എന്നാ ചെയ്യാനാ? വെല്ലുമിച്ച ഒരു നേഴ്സായിരുന്നില്ലേ? അവിടെ വരെ ഒന്ന് പോയി നോക്ക്. കൊച്ചിന് വയ്യാത്തോണ്ടല്ലേ. അമ്മച്ചി പോയി വാ വർക്ക് കൊടുക്കാം വാ. ഡേയ്, അങ്ങോട്ടെല്ലാം പോയി നോക്കി നോക്ക്. ഇത് അവിടെയൊക്കെ പോകുന്നു. ഡേയ്, അതാ നിന്റെ അപ്പൂപ്പൻ. ഇതല്ലേ നിന്റെ അപ്പൂപ്പൻ? അപ്പൂപ്പൻ ഏതപ്പൂപ്പൻ? എന്റെ അമ്മൂമ്മയുടെ കൂടെ ഞാൻ ഡെയിലി കാണുന്ന അപ്പൂപ്പൻ. ഇതൊന്നുമല്ല എന്റെ അപ്പൂപ്പൻ. അപ്പൊ ഇതാരാ? ദൈവമേ, അപ്പൊ എന്റെ അപ്പൂപ്പനല്ലേ പ്രേതം?